പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല വിശുദ്ധരുടെയും മൗത്വീകരണത്തിന്റെ കിരീടമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹവും പിതാവുമായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. 122 സങ്കീർത്തനം പ്രകാരം പറയുന്നു, അവിടുത്തെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചുവെന്ന. അഭിയുദ്ധ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ വാത്സല്യമുള്ള മക്കളെ, ഒത്തിരി പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമായുള്ള ഈ ഒരു നിമിഷത്തെ ധന്യമാക്കിയ ദേവാലയത്തിന്റെ പ്രധാന കവാടം ആസ്വദിക്കുന്ന ധന്യമായ നിമിഷത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഒരു ദേവാലയത്തിന്റെ വാതിൽ വെറുമൊരു മരപ്പണിയോ നിർമ്മിതിയോ മാത്രമല്ല, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും ദേവാലയത്തിന്റെ പരിശുദ്ധതയിലേക്കുമുള്ള പ്രവേശന കവാടമാണ്. ഞാനാകുന്നു വാതിൽ എന്ന് യേശുനാഥൻ നമ്മോട് അരുൾ ചെയ്തിട്ടുണ്ട്. ഭാരങ്ങളുമായും പ്രാർത്ഥനകളുമായും ഈ വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന ഏവർക്കും ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും ലഭിക്കാനും ഹൃദയത്തോടും കൂടി ഈ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ. ഈ ദേവാലയത്തിന്റെ കവാടം അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ ജനത്തിന് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സമാധാനവും സന്തോഷവും നൽകണമേ. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് പോകുന്നവരെ ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാക്ഷികളാക്കി മാറ്റണമേ. ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നരുൾ ചെയ്ത അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായുടെ യോഗ്യതകളെ പ്രതി ഈ കവാടം കടന്നു വരുന്ന ഏവർക്കും അങ്ങയുടെ വചനവും കുദാശകളും സ്വീകരിക്കാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. ആമേൻ.
കുടിമരത്തിൽ ഉയർത്തപ്പെടുന്ന കുടികളക്കുന്നവർക്കെല്ലാം അങ്ങയുടെ അനുഗ്രഹവും വിശുദ്ധന്റെ സഹായവും നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന സർവശക്തനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ സ്ഥാപിക്കുന്ന ഈ കൊടിമരത്തെ ആസ്വദിക്കണമേ. ഈ കൊടിമരത്തിൽ ഉയർത്തപ്പെടുന്ന കൊടിയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ അനുഗ്രഹവും വിശുദ്ധരുടെ സഹായവും നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ദൈവമേ, അങ്ങയുടെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി കാഹളം മുഴക്കാൻ അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ചു. അങ്ങയുടെ സഭയിൽ നിന്നും ലോകനിർമ്മിതമായ മണികൾ മുഴക്കിയാണ് വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂട്ടുന്നത്. ഞങ്ങളിപ്പോൾ ആസ്വദിക്കുന്ന ഈ മണിമാളിക അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മണിനാദം കേൾക്കുമ്പോഴെല്ലാം കർത്താവായ ദൈവമേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകാശം ഉദയം ചെയ്തപ്പോൾ തന്നെ അങ്ങയുടെ ദിവ്യസ്വരം മനുഷ്യന്റെ കർണപടങ്ങളിൽ പ്രതിധ്വനിക്കാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങവനെയും അങ്ങയുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ദിവ്യരഹസ്യങ്ങൾ പഠിപ്പിക്കുകയും രക്ഷയുടെ മാർഗങ്ങൾ അഭ്യസിപ്പിക്കുകയും ചെയ്തു. ദൈവമേ, അങ്ങയുടെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി കാഹളം മുഴക്കാൻ അങ്ങയുടെ ദാസൻ ചെയ്യാനും തിരുവചനം ശ്രവിക്കാനും പ്രാർത്ഥനകൾ സമർപ്പിക്കാനും ഇവിടെ നിന്നുയരുന്ന മണിനാദം ഞങ്ങൾക്ക് പ്രേരകമാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
ദൈവജനമേ, പരിശുദ്ധ ലൂർദ് മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായതാണ് വഴിതെളിച്ചു. ചാരമൂട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരുടെ പ്രവർത്തനം 1930 ആണ്ടോടുകൂടി ഇവിടെ ഈ പ്രവർത്തനം ആരംഭിച്ചു. എതിർപ്പുത്തരം മൂലം തൊട്ടുകൂടായ്മയും പീഡനം നിലനിന്നിരുന്ന സംഭവത്തിലേക്ക് പ്രത്യാശയുടെ മുൻഗണനകൾ തെളിയിച്ചുകൊണ്ട് വിദേശ മിഷണറിമാരുടെ വരവ് സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിച്ചു. ചാരമൂട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരുടെ പ്രവർത്തനം 1930 ആണ്ടോടുകൂടി ഇവിടെ ഈ പ്രവർത്തനം ആരംഭിച്ചു. നാട്ടുപ്രമാണികളുടെ എതിർപ്പ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ചെറിയനാട്, തിരുത്തമേൽ, കൊക്കാപ്പള്ളി, പുലിയൂർ എന്നിവിടങ്ങളിൽ ഓലമേഞ്ഞ 4 ദേവാലയം പണിതു. 1932 പണിത ഓലമേഞ്ഞ ദേവാലയത്തിന് പകരം വസ്തു വാങ്ങി കരിങ്കൽ ഭിത്തിയിൽ പണിത ദേവാലയം 1935 ഒക്ടോബർ മാസം 27-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ദേവാലയത്തിന്റെ നവതിയുടെ ആഘോഷമായാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായി സീമസ് അംഗ്ലിക്കൻ സഭയിൽ നിന്നും വളരെ പേർ കത്തോലിക്ക സഭയിൽ ചേർന്നു. വ്യാപാരത്തിനാണ്ട് ചമ്പക്കുളത്തിൽ നിന്നും വന്നുചേർന്ന ഒരു കുടുംബവും സഭയിൽ ചേർന്നു. പാർശ്വവൽക്കരി പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനമാലപിക്കുന്നു.
ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വികാരിയച്ഛനെയും അജപാലന സമിതി അംഗങ്ങളെയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആളാലും സാമ്പത്തികമായും സഹായിച്ച, നേർച്ചയായിട്ടൊക്കെ സഹായിച്ച എല്ലാവരെയും പുനലൂർ രൂപതയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഏവർക്കും ദൈവാനുഗ്രഹം കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിക്ക് മുന്നോടിയായിട്ട് ദേവാലയത്തിന്റെ ചരിത്രം വായിച്ചത് കേട്ടു. വളരെയധികം സന്തോഷം തോന്നി. എന്റെ അഭിപ്രായത്തിൽ ഈ ദേശത്ത് വിശ്വാസത്തിന്റെ വിട്ടുപാകിയ ദൈവദാസനായ അലോഷ്യസ് മരിയ ബെൻസിയർ പിതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ടതുണ്ട്. പമ്പ നദിക്ക് തെക്ക് മുതൽ കന്യാകുമാരി വരെ വിസ്തൃതമായ ദേശത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോട്ട, വിഴുത്തറ, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, പുനലൂർ, കൊല്ലം ഈ രൂപതകളിൽ ശുശ്രൂഷ ചെയ്ത് വിശ്വാസത്തിന്റെ വിത്തുപാകി നവോത്ഥാന നായകത്വം തീർച്ചയായിട്ടും അർഹിക്കുന്ന വന്ധ്യ പിതാവാണ് അലോഷ്യസ് മരിയ ബെൻസിയർ തിരുമേനി. അതുപോലെ തന്നെ 1930 വരെ ചാരമൂടിൽ ശുശ്രൂഷ ചെയ്ത ഒരു ഇടയനാണ് കോട്ട രൂപതയുടെ പ്രഥമ മെത്രാനായ ലോറൻസ് പെരേര തിരുമേനി. ഇവിടെ പരാമർശിക്കപ്പെട്ട വിദേശ മിഷണറിമാരും ധാരാളമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ലോറൻസ് പെരേര തിരുമേനി നമ്മുടെ കായംകുളം ദേശത്തുകാരനാണ്, പ്രാദേശിക മിഷണറിയാണ്. 10 വർഷത്തോളമാണ് ചാരുമൂടിൽ പ്രവർത്തിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ സാമൂഹികമായ അന്തരീക്ഷത്തിൽ ഒരു ദേവാലയം പണിയുകയും പ്രത്യേകിച്ചും പരിശുദ്ധ മറിയത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത, പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണം ലഭ്യമാകുവാനായിട്ട് സമർപ്പിക്കുകയും ചെയ്ത ഈ ദേവാലയത്തെ പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 1854 ഭാഗ്യസ്മരണാർഹനായ 9-ാം പീയൂസ് പാപ്പ പരിശുദ്ധ മറിയം അമരോത്ഭവയാണ് എന്ന വിശ്വാസത്യം നൽകുകയുണ്ടായി. ഇൻഫാലിബിലിറ്റിയും ഒക്കെ പ്രഖ്യാപിച്ച പിതാവാണ്. പരിശുദ്ധ മറിയത്തിന്റെ അമരോത്ഭവ പ്രഖ്യാപനത്തിന്റെ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ മറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ നിന്നാണ് പരിശുദ്ധ മറിയ ലൂർദ് മാതാവിന്റെ ഭക്തിയും പ്രത്യേകമായ സംരക്ഷണവും ഒക്കെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്നും ലൂർദ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ഒരു സംരക്ഷണത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണത്തിന്റെ അടയാളമാണ്. സഭ ഔദ്യോഗികമായി തന്നെ പരിശുദ്ധ മറിയം
ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് സാക്ഷി വഹിച്ചിട്ടുണ്ട്. വലിയൊരു ചരിത്ര ബോധത്തോടുകൂടി ആയിരിക്കണം നാം ഈ ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നത്. ഇന്നത്തെ 2 വായനകളും അവസരോചിതമായ വായനകളാണ് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. സാധാരണ ദേവാലയങ്ങൾ ആസ്വദിക്കുമ്പോഴും പുനഃപ്രതിഷ്ഠിക്കുമ്പോഴുമൊക്കെ പ്രത്യേകമായ വായനകൾ വളരെ നമുക്ക് ആവശ്യപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ് സഭ നൽകിയിരിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്ന ഒരു വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതായത് ഈ ദേവാലയം എല്ലാവർക്കും ഉള്ളതാണ്. എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? ജെറുസലേം ദേവാലയത്തിന്റെ അന്നത്തെ ആ സാഹചര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് യേശു ഏവരെയും പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ആലയം എല്ലാവർക്കും ഉള്ളതാണ് എന്ന്. ഞാൻ സാധാരണ ദേവാലയം ആസ്വദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേവാലയം പണി ചെയ്യുമ്പോൾ ഇടവകക്കാരാണ് നേതൃത്വം എടുക്കേണ്ടത്. അവരുടെ അവകാശവും കടമയുമാണ്. പക്ഷേ ആസ്വദിച്ച് കഴിയുമ്പോൾ ഇത് ഈ ദേശത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിലെ എല്ലാവരും എന്നും ഓർമ്മിക്കേണ്ട കാര്യം ഈ ദേവാലയം ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളം ആണ്. എപ്രകാരമാണ് ഈ ദേവാലയം ഏവർക്കും അനുഗ്രഹമാകുന്നത്? അതിനുവേണ്ടി നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചതിന് ശേഷം ആദ്യം യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി. യഹൂദ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ദേവാലയം പണിതത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഇതുപോലെ വിദേശത്ത് നിന്ന് അകലിൽ നിന്ന് ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന ദൈവമേ എന്ന് കേൾക്കണമേ എന്നതാണ്. അപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ഏവർക്കും അവകാശമുണ്ട്. അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ വിശ്വാസത്തിന്റെയും ശൈലി എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് ഒന്നാമത്തെ ലേഖനത്തിലൂടെ, ഒന്നാമത്തെ വായനയിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചത്. വാസ്തവത്തിൽ ഒരു പ്രസംഗത്തിന്റെ തന്നെ ആവശ്യമില്ല. മക്കളെല്ലാവരും തന്റെ പുത്രനിൽ ഒരുമിച്ച് കൂടാൻ തിരുമനസ്സായ അവരുടെ വാസസ്ഥലവുമായി ഭവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷപൂർവ്വം ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളിൽ തന്നെ ദൈവം വസിക്കാനും നിത്യാനന്ദന്റെ അവകാശം എല്ലാ വിശുദ്ധരോടുമൊപ്പം നിങ്ങൾ കൈവരിക്കാനും ഇടയാകുമാറാകട്ടെ. ആമേൻ.
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. സ്കോളർഷിപ്പ് 5ാം ക്ലാസ് 1ാം സമ്മാനം മാസ്റ്റർ നോയൽ ആൻറ്റി. നല്ല പേര് കൊടുക്കാം. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് ജോസഫ് യൂണിറ്റിന്റെ പല അവരെ തന്നെ യൂണിറ്റിന്റെ ഒരു സമ്മാനവും സ്വീകരിക്കുന്നു. നമ്മുടെ ഇടവക നൽകുന്ന സ്കോളർഷിപ്പ് സ്വീകരിക്കുവാൻ പ്രിയ മക്കളെ ക്ഷണിക്കുന്നു. ആൻബേബി അഭിലാഷ്, ഒരു ആഞ്ചലോസ്, അൽഫോൺസ് സണ്ണി, അൽഫോൺസ്, ഹെലൻ ജോൺ, അജിത ജയശീലൻ, ബിയ ബിജു, ഷിജി ജോൺസൺ, ആൽബിൻ ബോബൻ. പ്രത്യേകമായിട്ട് ഞാൻ അവരോട് ഒരു കാര്യം പറയുകയുണ്ടായി. നല്ലൊരു തുകയാണ് ഈ ദേവാലയ നവീകരണത്തിന് വേണ്ടി ചെലവഴിച്ചത്. ധാരാളം ആളുകളുടെ ഉദാര മനസ്സിനെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാനും ഈ ഇടവയുടെ പേരിൽ എല്ലാ ദേവാലയങ്ങളുടെ പേരിലും ക്രെഡിറ്റ് എടുക്കുന്നത് മിത്രന്മാരാണ് കേട്ടോ. അപ്പൊ ആ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു. നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോസ് വർഗീസിന് പ്രത്യേകമായിട്ട് ഞാൻ എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ചലഞ്ചുകളുടെ ഒരു കാലമാണ് അല്ലേ? ബിരിയാണി ചലഞ്ച് മാത്രമല്ല, പല പല ചലഞ്ചുകളുമുണ്ട്. ഒരു ചലഞ്ച് ഞാൻ എന്നെ കാണാൻ വന്ന വികാരിയച്ചനോടും സെക്രട്ടറിസിനോടും പറയുകയുണ്ടായി. ഓരോ വർഷവും ഒരു ഭവനം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. വേണ്ടേ? കൈയടിക്കുന്നില്ലായിരുന്നു. അപ്പോ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മൾ ആശ്വാസനാണ്